അസ്സലാമലൈക്കും, വെൽക്കം ടു മീമാസ്. അപ്പോൾ ഇന്ന് ഞാനല്ല കുക്ക്, ഇന്ന് ആൻറ്റിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കേസരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആൻറ്റി ഇറ്റ്സ് പെർഫെക്റ്റ്ലി അടിപൊളി കുക്കാണ് ആൻറ്റി. അപ്പോൾ ആൻറ്റി ഉണ്ടാക്കുന്ന കേസരിയുടെ റെസിപ്പി നിങ്ങൾക്ക് അടുത്ത് തരാനായിട്ട് പോകുന്നത്. അന്നൊരു ചട്ടി എടുക്കുക, അതിലോട്ട് 1 കപ്പ് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായ ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നല്ല റോസ്റ്റ് ആക്കിയ ശേഷം നമ്മൾ ഏത് കപ്പിനാണോ നെയ്യ് എടുത്ത് അതേ കപ്പിക്ക് തന്നെ നമ്മൾ റവയും കൂടി എടുത്തിട്ട് നല്ലോണം ഇളക്കാം. അതിനുശേഷം അതേ കപ്പിൻ്റെ അളവിന് തന്നെ നമ്മൾ 3 കപ്പ് വെള്ളം വേണം ചൂടാക്കാൻ വേണ്ടി വെക്കാൻ. എന്നിട്ട് ചൂടുള്ള വെള്ളമാണ് ഈ ഒരു ഇതിലോട്ട് ഒഴിക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം തിളയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു റവ ഈ ഒരു വെള്ളത്തിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പെരുകില്ലേ, ആ സമയമാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സാക്കണം. ഇങ്ങനെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളർ ചേർക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കളറിന് വേണ്ടി ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയില്ലേ, ആ മഞ്ഞൾപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിക്കുക. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എടുത്താൽ മതി, ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ചേർത്ത് നല്ല കളർ കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ നെയ്യ് എടുത്ത കപ്പില്ലേ, അതിൻ്റെ ഹാഫ് കപ്പ് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് ഒരുപാട് തിക്കാക്കരുത്, അതായത് പാത്രത്തിന് വിട്ട് വരുന്ന രീതിയിലാക്കരുത്, ഇത് ലൂസായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കുക. സത്രേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കോമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ചാച്ചാ, ബൈ ബൈ.